എല്ലാവർക്കും നമസ്കാരം. വിവേക ചൂടാമണി തുടരുന്നു. ഇനി മോക്ഷം, അതിനുള്ള കാരണങ്ങൾ. പ്രധാനമായ കാരണം ഭക്തിയാണ്. ഭക്തിയെക്കുറിച്ചാണ് പറയുന്നത്. മോക്ഷകാരണ സാമഗ്ര്യാം ഭക്തിരേവ ഗരീയസി സ്വസ്വരൂപാനുസന്ധാനം ഭക്തിരിത്യഭിധീയത്തെ. മോക്ഷത്തിനു കാരണമായ സാധനകളിൽ ഭക്തിയാണ് ഏറ്റവും ശ്രേഷ്ഠം. മോക്ഷത്തിന് കാരണമായ സാധനകളിൽ മോക്ഷം ലഭിക്കണം എന്ന ആഗ്രഹത്താൽ അതിന് കാരണമായിട്ടുള്ളതിനെ പരിശീലിക്കുക. സാധന എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരിശീലിക്കുക. ആ സാധനകളിൽ ഭക്തിയാണ് ഏറ്റവും ശ്രേഷ്ഠം. എന്താണ് ഭക്തി? ഇവിടെ പറയുന്നു സ്വസ്വരൂപത്തിൻ്റെ അനുസന്ധാനത്തെയാണ് ഭക്തി എന്ന് പറയുന്നത്. സ്വസ്വരൂപം, എൻ്റെ സ്വരൂപം, അതിനെ പിന്തുടരുക. അപ്പം എൻ്റെ സ്വരൂപം എന്താണ് എന്ന് ആദ്യം മനസ്സിലാക്കണം. ശങ്കരാചാര്യർ പറയുന്നു, ഞാൻ ആരാണെന്ന് ആദ്യം മനസ്സിലാക്കട്ടെ. നാഹം ദേഹോ നേന്ദ്രിയാണ്യന്തരംഗോ നാഹങ്കാര പ്രാണവർഗോ ന ബുദ്ധി ധാരാപത്യ ക്ഷേത്രവിത്താതി ദൂരഃ സാക്ഷി നിത്യഃ പ്രത്യഗാത്മാ ശിവോഹം. നാഹം ദേഹോ, ഞാൻ ദേഹമല്ല. നേന്ദ്രിയാണ്യന്തരംഗോ, ഇന്ദ്രിയങ്ങളോ അന്തരംഗങ്ങളോ അല്ല. നാഹങ്കാര, ഞാൻ അഹങ്കാരമല്ല. പ്രാണവർഗോ ന ബുദ്ധി, പ്രാണവർഗങ്ങളോ ബുദ്ധിയോ അല്ല. ധാരാപത്യ ക്ഷേത്രവിത്താതി, ഭാര്യയോ വീടോ ധനമോ അല്ല. സാക്ഷി നിത്യക പ്രത്യഗാത്മാ ശിവോഹം, ഇതിനെല്ലാം സാക്ഷിയായി നിൽക്കുന്ന സാക്ഷാൽ ശിവനാണ് ഞാൻ. അപ്പോൾ സാധാരണഗതിയിൽ ഞാൻ എന്ന് പറയുമ്പോൾ ശരീരത്തോടു കൂടിയ ജീവനെയാണ് ഞാൻ എന്ന് പറയുന്നത്. അതല്ല, ഞാൻ എന്ന് പറഞ്ഞാൽ പരമാത്മാവിനെയാണ് പറയുന്നത്. പരമാത്മാവ് തന്നെ. ആ പരമാത്മാവ് തന്നെയാണ് ഈ ശരീരത്തിൻ്റെ ഉള്ളിലുള്ളത്. അതാണ് ശിവോഹം. അപ്പോൾ ഒരു ശരീരം എടുത്തു കഴിയുമ്പോൾ അതിന് ചില മാറ്റങ്ങളൊക്കെ വരും. ഇപ്പോൾ വൈദ്യുതി, രൂപമില്ല, കാണാൻ കഴിയില്ല, ഗന്ധമില്ല, ഒന്നുമില്ല. അതിന് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കാൻ പറ്റില്ല. പക്ഷേ അതൊരു ബൾബിലൂടെ കടന്നു വരുമ്പോൾ നമുക്ക് ആസ്വദിക്കാൻ കഴിയും. അപ്പം അതിൻ്റെ രൂപം വേറെയാണ്. ഫാനിലൂടെ കടന്നു വരുമ്പോൾ അതിൻ്റെ രൂപം വേറെ ഒന്നാണ് എന്ന് പറഞ്ഞ പോലെ ഈ അരൂപമായിട്ടുള്ള, വാക്കുകൾക്ക് അതീതമായിട്ടുള്ള ആ പരബ്രഹ്മം ഓരോ ശരീരം എടുക്കുന്നതാണ് ഞാനും നിങ്ങളും. അപ്പോൾ നമ്മൾ നമസ്തേ എന്ന് പറയാണ്ട് കൈകൂപ്പിയിട്ട് ഒരു കുഴപ്പമില്ല. കാരണം ഞാൻ തന്നെയാണ് നിങ്ങൾ തൊഴുന്നു. അമ്പലത്തിലെ പൂജ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെ പൂജിക്കുകയാണ്. അതാണ് അമുഷ്മാൻ ഹൃദയാൽ അസ്മിൻ വിഗ്രഹേ ആവാഹയാമി, അല്ലെങ്കിൽ അസ്മിൻ പീഠേ ആവാഹയാമി എന്നാണ് പൂജിക്കുന്നവൻ പറയുന്നത്. എൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് വരൂ എന്നാണ്. ആദ്യം എൻ്റെ ഉള്ളിലേക്ക് ആക്കണം, പിന്നെ അവിടുന്ന് അങ്ങോട്ട് പീഠത്തിലേക്ക് അല്ലെങ്കിൽ വിഗ്രഹത്തിലേക്ക് ആക്കണം. ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഒരു ചൈതന്യമാണ്. അപ്പോൾ അങ്ങനെ ചൈതന്യമാണെന്ന് മനസ്സിൽ ഉറച്ചു കഴിഞ്ഞാൽ എനിക്ക് വിദ്വേഷമില്ല. ഞാൻ ആരോട് വിദ്വേഷിക്കണം? എനിക്ക് സ്വാർത്ഥതയില്ല. ആരോട് സ്വാർത്ഥത കാണിക്കുന്നു? നിങ്ങളോട്. നിങ്ങളും ഞാനും ഒന്നല്ലേ? ശരീരം വേറെ എന്തല്ലേ ഉള്ളൂ. 10 പന്തുകൾ നിരത്തി വെച്ചിട്ടുണ്ട്. 10 നിറത്തിലുള്ള പന്തുകളാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിലൊക്കെ വായു തന്നെയല്ലേ? ഒരേ വായു, ഒരേ പമ്പോട്ട് അടിച്ച് കയറ്റിയതല്ലേ അതിൽ വായു എന്ന് പറഞ്ഞ പോലെ ഈ പ്രപഞ്ചത്തിലുള്ള സകല ചരാചരങ്ങളുടെ ഉള്ളിലും ഭാസിക്കുന്നത് ഒരേ ശക്തി തന്നെ എന്നറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നിന്നും ഈ വേണ്ടാത്ത കാമക്രോധമത മാത്സര്യങ്ങളെല്ലാം ഒഴിഞ്ഞു പോകും. അങ്ങനെ ഒഴിഞ്ഞു പോയാൽ തന്നെ അത് ഭക്തിയായി. പിന്നെ സർവം സമർപ്പയാമി, സമർപ്പിക്കുന്നു ഞാൻ. എൻ്റെ ചിന്തയെ, എൻ്റെ അന്തരംഗത്തെ സമർപ്പിക്കുന്നു. ആ സമർപ്പിച്ചാൽ പിന്നെ അവിടെ ഇരിക്കേണ്ടതാണ് സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്, ബ്രഹ്മം തന്നെയാണ്. അതാണ് ശരിക്കും ഭക്തി. ആ ഭക്തിയിലൂടെ ചെന്ന് മോക്ഷം നേടാം എന്നാണ് ഇവിടെ പറയുന്നത്.
അപ്പോൾ പിന്നെ പറയുന്നു, മോക്ഷത്തിനുള്ള സാമഗ്രികൾ വിവേകം മുതൽ നിധിധ്യാസനം വരെ ഉള്ളവയാകുന്നു. സാമഗ്രികൾ ഇപ്പം ഭക്തി നേരത്തെ പറഞ്ഞല്ലോ, അതിനെ ഇനി അതിന് ഒരു കൂടി വിശദീകരണമാണ്. വിവേകം മുതൽ, വിവേകം എന്ന് പറഞ്ഞാൽ വകതിരിവ്, ഇന്നത് ഇന്ന സമയത്ത് പറയണം എന്നൊക്കെയുള്ള സന്ദർഭത്തിനനുസരിച്ച് പെരുമാറാനുള്ള, മാന്യമായിട്ട് പെരുമാറാനുള്ള കഴിവിനെയാണ് വിവേകം എന്ന് പറയുന്നത്. ചിലർക്ക് ഇല്ലാത്തതും അത് തന്നെയാണ്. ഇത് കോളേജിൽ പഠിച്ചുകൊണ്ടോ ചന്തയിൽ പോയി കാശ് കൊടുത്തിട്ട് വാങ്ങാനും പറ്റുന്ന ഒന്നല്ല, ജന്മസിദ്ധമായിട്ടുള്ളതാണ്, ഉണ്ടാവേണ്ടതാണ്. അതെ, ഒരാൾ പെട്ടെന്ന് നമ്മുടെ വീട് കഴിഞ്ഞ് ഊട്ടിച്ചെല്ലുക, എന്നതിന് ശേഷം ലേശം വെള്ളമൊക്കെ കൊടുക്കുക എന്നുള്ളൊരു വിവേകമാണത്. ഓടിച്ചെല്ല ആരായാലും. അതല്ലാതെ കണ്ടിട്ട് ഉണ്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ ശരിയല്ല. അപ്പോൾ എന്താണോ നമ്മൾ കണ്ടത് അതിനനുസരിച്ച് പെട്ടെന്ന് പ്രതികരിക്കുക, സത്തായ രീതിയിൽ പ്രതികരിക്കുക, അതാണ്. അപ്പോൾ അങ്ങനെ ഉള്ളതാണ് വിവേകം. അതുമുതൽ നിധിധ്യാസനം, ശ്രവണം, മനനം, നിധിധ്യാസനം. ഏതൊരു സംഗതി കേട്ടാലും അതിനെപ്പറ്റി ചിന്തിക്കുക, അതാണ് മനനം. എന്നതിന് ശേഷം അത് മനസ്സിൽ ഉറപ്പിക്കുക, അതാണ് നിധിധ്യാസനം. പഠനത്തിൻ്റെ സാഹചര്യവും അതുതന്നെയാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മോക്ഷത്തിലേക്കുള്ള മാർഗമായി, വഴികളൊക്കെ നമുക്ക് തുറന്നു കിട്ടും എന്നർത്ഥം. ബാക്കി അടുത്ത ഭാഗത്ത്.